Hi all. So here computer class 6 chapter 2 introduction to MS Word part 4. Once again repeating class 6 chapter 2 introduction to MS Word part 4. അപ്പോൾ പാർട്ട് 4 ആണ്. പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഓൾറെഡി കവേർഡ് ആണ്. സോ ഈ പാർട്ട് 4 കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 അത് ജസ്റ്റ് പോയി ആ വീഡിയോസ് കാണാം. അതിനുശേഷം പാർട്ട് 4ലോട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷനും ഫുൾ ഒരു ഗ്രാസ്പ് ചെയ്യാൻ പാടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ പോയി ഈ പാർട്ട് 4 നോക്കരുത്. നിങ്ങൾ ഫസ്റ്റ് പോയി പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ദെൻ പാർട്ട് 4. ഞാൻ MS വേർഡ് ഓപ്പൺ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉള്ളവർ ട്രൈ ചെയ്യുക MS വേർഡ്. ഞാൻ ലാസ്റ്റ് ആവുമ്പോഴേക്കും നമുക്കൊരു വേർഡിനകത്ത് ഡോക്യുമെൻറ്റ് ചെയ്യുന്ന രീതി നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്തെ കമ്പോണൻസ് ഇൻ ദ മെയിൻ സ്ക്രീൻ അതാണ് പറയുന്നത്. കമ്പോണൻസ് ഇൻ ദ മെയിൻ സ്ക്രീൻ 10 കമ്പോണൻസ് ആണ് മെയിൻ സ്ക്രീനിലുള്ളത്. ദാറ്റ് ആർ ടൈറ്റിൽ ബാർ, മെനു ബാർ, ടൂൾ ബാർ, ഹൊറിസോണ്ടൽ റൂളർ, ടെക്സ്റ്റ് ഏരിയ, ഇൻസേർഷൻ പോയിന്റ്, എൻഡ് ഓഫ് ദി ഫയൽ മാർക്കർ കേട്ടോ, സ്ക്രോൾ ബാർ, സ്റ്റാറ്റസ് ബാർ, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് കമ്പോണൻസ് ഓഫ് ദി മെയിൻ സ്ക്രീൻ. നമ്മുടെ സ്ക്രീൻ എടുക്കുമ്പോൾ കാണുന്ന കമ്പോണൻസ് ഇത്രയാണ്. ടൈറ്റിൽ ബാർ, മെനു ബാർ, ടൂൾ ബാർസ്, ഹൊറിസോണ്ടൽ റൂളർ, ടെക്സ്റ്റ് ഏരിയ, ഇൻസേർഷൻ പോയിന്റ്, എൻഡ് ഓഫ് ദി ഫയൽ മാർക്കർ, സ്ക്രോൾ ബാർ, സ്റ്റാറ്റസ് ബാർ, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് കാണാതെ പഠിക്കുമെന്ന് വേണ്ടി നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ പേരും ഇതൊന്നും അല്ല. നമുക്കത് വെച്ച് എങ്ങനെ ഫങ്ഷൻ ചെയ്യും, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഫങ്ഷൻ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കട്ടെ. അപ്പം ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാർ എന്ന് വെച്ചാൽ നമുക്കറിയാം ടൈറ്റിൽ എന്ന് വെച്ചാൽ എന്തുവാ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ബുക്കിൻ്റെ ടൈറ്റിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബുക്ക് ഏതാണ്, നിങ്ങളുടെ ക്ലാസ്. അതേപോലെ തന്നെ ടൈറ്റിൽ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച് ആ ഡോക്യുമെൻ്റ് പേര്. സപ്പോസ് ഒരു ഡോക്യുമെൻ്റ് പേര് കമ്പ്യൂട്ടർ ചാപ്റ്റർ 2 എന്നാണെങ്കിൽ കമ്പ്യൂട്ടർ ചാപ്റ്റർ 2 എന്നുള്ള ടൈറ്റിൽ ഞാൻ ലാസ്റ്റ് കാണിക്കുമ്പോൾ മനസ്സിലാവും. ടൈറ്റിൽ ബാർ വരും കമ്പ്യൂട്ടർ ചാപ്റ്റർ 2. ഏത് വിൻഡോസ് ആണ്, പല വിൻഡോസ് ഉണ്ട്. വിൻഡോസ് 10 ഉണ്ട്, വിൻഡോസ് 7 ഉണ്ട്. ഏത് വിൻഡോസ് ആണ് ഡിസ്പ്ലേ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡ് ഒന്നും ഡിസ്പ്ലേ ചെയ്യും. ഇനി എക്സ്ട്രീം റൈറ്റ്, അതിൻ്റെ എക്സ്ട്രീം റൈറ്റ് സൈഡ് കോർണറിൽ നമുക്ക് 3 ബട്ടൺസ് കാണും. നമുക്ക് എല്ലാത്തിനകത്തും ഏത് ഫയൽ ഓപ്പൺ ചെയ്താലും ഈ 3 ബട്ടൺ വരും. ഒന്ന് മാക്സിമൈസ് ബട്ടൺ, ഒന്ന് മിനിമൈസ് ബട്ടൺ, ഒന്ന് ക്ലോസ് ബട്ടൺ. മാക്സിമൈസ് ബട്ടനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമൈസ് സൈസിൽ കിട്ടും, മാക്സിമം സൈസിൽ വ്യൂ ചെയ്യാൻ പറ്റും ആ ഫയലിനെ. മിനിമൈസ് ബട്ടൺ ചെയ്ത് നമുക്ക് മിനിമൈസ് ചെയ്ത് താഴെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറ്റും. ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്ലോസ് ബട്ടൺ നമുക്ക് ഫയലിനെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. മെനു ബാർ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് ആണ്. ആ കമാൻഡ്സിനകത്ത് ഓരോ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ സബ് കമാൻഡ്സും കാണും. അതിന് മെയിൻലി ഫയല്, എഡിറ്റർ, വ്യൂ ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഇതിനെ വ്യൂ ചെയ്യാം. ഫോർമാറ്റർ, ടൂൾസ്, വിൻഡോസ്, ഹെൽപ്പ്, അങ്ങനെ കുറേ കമാൻഡ്സ് കാണും. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് കമാൻഡ് ഓർത്താൽ മതി. ഓരോ കമാൻഡ്, ഫയൽ കമാൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. സേവ് ചെയ്യാനായിട്ട് പറ്റും. സേവ് ആസും എടുക്കാം, സേവും എടുക്കാം, അതിന് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിനകത്തും നമുക്ക് പല സബ് കമാൻഡ്സും ഉണ്ട്. ടൂൾ ബാർസ് ആണ് ദ മോസ്റ്റ് കോമൺലി യൂസ് ടൂൾ കമാൻഡ് എന്ന് പറയുന്നതും കുറേ കമാൻഡ്സ് കാണും. അത് കുറേ ബട്ടൺസ് കാണും. ബട്ടൺസ് ഇമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജസ് കാണും. അപ്പോൾ ഇമേജസ് ഉള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാവും കാണുമ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ബൈ ഡിഫോൾട്ട് മീൻസ് നമ്മൾ ഏതൊരു ഓപ്പൺ ചെയ്താലും നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന 2 കമാൻഡ്സ് ആണ്. സ്റ്റാൻഡേർഡ് ടൂൾ ബാറും ഫോർമാറ്റിംഗ് ടൂൾ ബാറും. ഇത് ഡോക്ടർ സൈഡ് ബൈ സൈഡിലോ നമ്മുടെ മെനു ബാറിൻ്റെ അടിയിലായിട്ടാണ് ഡോക്യുമെന്റ് പ്ലേസ്ഡ്, അതിൻ്റെ അടിയിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫോർമാറ്റിംഗ് ടൂൾ ബാറും സ്റ്റാൻഡേർഡ് ടൂൾ ബാറും. അതിനകത്ത് കുറേ ടൂൾസ് ഉണ്ട്. ഓക്കെ. ആ ടൂൾസ് എടുക്കുവാണെങ്കിൽ നമുക്ക് പല ഫംഗ്ഷനും അലൈൻമെൻറ്റും അതിൻ്റെ പല ഫംഗ്ഷൻസും നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ഇത്. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പം നമ്മളതിനകത്ത് 2 എണ്ണമാണ് പറഞ്ഞത്. 3 എണ്ണമാണ് പറഞ്ഞത്. ഓക്കെ. ഇനി നമുക്ക് കുറേ എണ്ണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ ഇതൊക്കെയാണ് എടുത്തത്. ടൈറ്റിൽ ബാർ എടുത്തു, മെനു ബാർ എടുത്തു, ടൂൾ ബാർ എടുത്തു. ദെൻ കംസ് ഇൻ ഹൊറിസോണ്ടൽ റൂളർ. എന്താണ് ഹൊറിസോണ്ടൽ റൂളർ? നമുക്ക് പറയാൻ പറ്റും എന്താണ് ഹൊറിസോണ്ടൽ റൂളർ? റൂളർ കേൾക്കുമ്പോൾ തന്നെ അറിയാം. റൂളർ എന്താണ്? നിങ്ങൾ റൂളർ എന്ന് വെച്ചാൽ പെൻസിൽ ബോക്സിനകത്ത്
ഹൊറിസോണ്ടൽ റൂളർ. എന്താണ് ഹൊറിസോണ്ടൽ റൂളർ? ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു. ഹൊറിസോണ്ടൽ റൂളർ. ഹൊറിസോണ്ടൽ റൂളറിനകത്ത് മെഷേഴ്സ് ഇഞ്ചസിലാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. അതൊരു ഡോക്യുമെന്റ് വിൻഡോയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റിലാണ്. അപ്പം ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത് ഡോക്യുമെന്റിന്റെ ടോപ്പ് ഓഫ് ദി ഡോക്യുമെന്റ് വിൻഡോ. ആൻഡ് ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ റൂളർ വെച്ചിട്ട് നമുക്ക് ഇതിന് പല രീതിയിൽ വ്യൂ ചെയ്യാൻ പറ്റും. വ്യൂ അലൈൻമെന്റ് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മാർജിൻസ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കോളം വിഡ്ത്ത്, കോളത്തിന്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത എന്താ? നെക്സ്റ്റ് വൺ ഈസ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ടൈപ്പ് മാത്രം ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയ, അവിടെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഏരിയ. ഓക്കെ, നെക്സ്റ്റ് കംസ് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. Here we can type and plus edit plus delete, കളയാം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് കംസ് ഇൻസേർഷൻ പോയിന്റ്. എന്താണ് ഇൻസേർഷൻ പോയിന്റ്? ഇൻസേർഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അത് വെർട്ടിക്കൽ ആയിട്ടാണ്, വെർട്ടിക്കൽ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ഡാർക്ക് ലൈൻ ആണ്, ബോൾഡ് ലൈൻ ആണ്. ബ്ലിങ്ക് ചെയ്യും, ബോൾഡ് അല്ല, ബോൾഡ് ബോൾഡ് ആവും, അല്ലെങ്കിൽ ഡാർക്ക് ലൈൻ ആണ്, ബ്ലാക്ക് ലൈൻ ആയിപ്പോയിരിക്കും. എന്തിനാണ് ഇൻസേർഷൻ പോയിന്റ് എന്ന് വെച്ചാൽ ഇൻസേർഷൻ പോയിന്റ് ഇങ്ങനെ വരും നമ്മൾ അടുത്ത ക്യാരക്ടർ ടൈപ്പ് ചെയ്യാനായിട്ട്. ഇൻസേർഷൻ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, എവിടെ ടൈപ്പ് ചെയ്യുന്നത് അവിടെ ഇൻസേർഷൻ പോയിന്റ്. അടുത്തത് എവിടെയാണോ നമ്മൾ സ്പേസ് ഇടുമ്പോൾ ആ ഇൻസേർഷൻ പോയിന്റ് മാറും. എൻ്റർ അടിക്കാണ് ഇൻസേർഷൻ പോയിന്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. Then comes the end of the file marker. എന്താണ് end of the file marker? ഇത് ഒരു വെർട്ടിക്കൽ ആയിട്ടാണ്, മറ്റൊരു ബ്ലിങ്കിങ് ഡാഷ്. ഒരു വെർട്ടിക്കൽ ആയിട്ടാണ്, മറ്റേ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ബ്ലിങ്കിങ് ഡാഷ് ആണ്. ഇത് എന്തിനാന്ന് പറയുന്നത്? ഇത് നമ്മളൊരു ഫയൽ കംപ്ലീറ്റ്ലി എൻഡ് ആയി നമ്മൾക്ക് നെക്സ്റ്റ് ഫയൽ എടുക്കണം, നെക്സ്റ്റ് പേജിലോട്ട് പോകണമെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു പേജ് ഫിനിഷ്ഡ് ആണെങ്കിലാണ് ഹൊറിസോണ്ടൽ ഫയൽ മാർക്കർ. ദെൻ സ്ക്രോൾ ബാർ. എന്താണ് സ്ക്രോൾ ബാർ? നമുക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് നമുക്കറിയാം പേജസിന്റെ സൈഡിലായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു സ്ക്രോളിന്റെ അപ്പുറം ഇങ്ങോട്ടും കാണും. അല്ലാതെ നമുക്ക് ഈ സാധനം ഇങ്ങനെ അങ്ങോട്ടും മുകളിലോട്ട് താഴോട്ടും നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. പേജിനെ നമുക്ക് ഫുള്ളി കാണാനാണ് സ്ക്രോൾ ബാർ. നോർമൽ മനസ്സിലാവും. ജസ്റ്റ് നമ്മൾ പല രീതി ഇങ്ങനെ മുകളിലോട്ട് താഴോട്ടും മൂവ് ചെയ്യാനാണ് സ്ക്രോൾ ബാർ. ദെൻ കംസ് ദി സ്റ്റാറ്റസ് ബാർ. എന്താണ് സ്റ്റാറ്റസ് ബാർ? സ്ക്രോൾ ബാർ കഴിഞ്ഞു, സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിനകത്ത് കുറച്ച് ഇൻഫർമേഷൻ കാണും, ആ പേജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കാണും. അതായത് സപ്പോസ് നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സെക്ഷൻ നമ്പർ, ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈനിന്റെ നമ്പർ, കോളം നമ്പർ, ഓക്കെ, ഇങ്ങനെയുള്ള കുറെ നമുക്ക് കുറെ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിനകത്ത് നമ്മുടെ കറന്റ് പേജ് നമ്പർ, ഇപ്പോഴത്തെ പേജ് നമ്പർ കാണാം, സെക്ഷൻ നമ്പർ, പേജ് നമ്പർ കാണാം, ഏത് സെക്ഷനാണ് ടൈപ്പ് ചെയ്ത സെക്ഷൻ നമ്പർ കാണാം, നമ്മൾ ഏത് ലൈനാണ് ടൈപ്പ് ചെയ്ത ലൈൻ നമ്പർ കാണാം, ഇവന്റെ കോളം നമ്പർ, അതുകൂടാതെ കോളം ലെങ്ത്തും പല കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. എന്താണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ? പറയാവോ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ എന്തിനാണ്? സ്ക്രോൾ ബാർ മീൻസ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഇത് തന്നെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്
വെർട്ടിക്കലായിട്ട് സ്ക്രോൾ ചെയ്യാനായിട്ട്. മറ്റേ സ്ക്രോൾ ബാർ ജനറലി പറഞ്ഞാണ്. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ മീൻസ് വെർട്ടിക്കലി സ്ക്രോൾ ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ is for scrolling up or down the document as well as moving to next പേജിലോട്ട് വേണമെങ്കിലും വെർട്ടിക്കൽ സ്ക്രോൾ ബാർ വെച്ച് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മറ്റേ നോർമൽ സ്ക്രോൾ ബാർ മീൻസ് രണ്ടിനെയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെ നമുക്ക് സ്ക്രീനിനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ സ്ക്രോൾ ബാർ മീൻസ് രണ്ടും ഇൻക്ലൂഡ് ആണ്. വെർട്ടിക്കൽ മീൻസ് വെർട്ടിക്കൽ മാത്രം സ്ക്രോൾ ചെയ്തതാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മളിത് അടുത്ത സെക്ഷൻ പാർട്ട് 5 ഒക്കെ ആയിട്ട് കുറച്ച് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.